കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ ഗാസയിലെ 14,000-ഓളം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. മാസങ്ങളോളം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം പൂർണ്ണമായി തടഞ്ഞുവെച്ച ഇസ്രായേൽ 2 ദിവസമായി കടത്തിവിടുന്ന ഭക്ഷ്യവസ്തുക്കൾ അപര്യാപ്തമാണെന്നും UN. ഇപ്പോൾ അനുവദിച്ച 100 സഹായ ട്രക്കുകൾ എത്രയും വേഗം കടത്തിവിടണമെന്നും UN ആവശ്യപ്പെട്ടു. രണ്ടര മാസമായി ഗാസയിലേക്കുള്ള എല്ലാ സഹായവും തടഞ്ഞുവെച്ച ഇസ്രായേൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി പരിമിതമായ എണ്ണം സഹായ ട്രക്കുകളാണ് 2 ദിവസമായി അതിർത്തി വഴി കടത്തിവിടുന്നത്. തിങ്കളാഴ്ച 5 സഹായ ട്രക്കുകൾക്ക് മാത്രം അനുമതി കൊടുത്ത ഇസ്രായേലിന്റെ നടപടി കടലിൽ ഒരു തുള്ളി എന്ന കണക്കാണെന്നാണ് UN ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി ടോം ഫ്ലെച്ചർ BBC അഭിമുഖത്തിൽ പറയുന്നത്. കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ ഭക്ഷണവും വൈദ്യസഹായവുമില്ലാതെ ഗാസയിലെ 10,000-ഓളം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമെന്ന് ഫ്ലെച്ചർ മുന്നറിയിപ്പ് നൽകുന്നു. US, കാനഡ, ഫ്രാൻസ്, UK എന്നീ സഖ്യകക്ഷികളിൽ നിന്നു തന്നെ സമ്മർദ്ദമുയർന്നതോടെയാണ് മാർച്ച് 18 മുതൽ ഗാസയിലേക്കുള്ള സഹായത്തിന് ഏർപ്പെടുത്തിയ ഉപരോധം ഇസ്രായേൽ പിൻവലിച്ചത്. First, Mr. Speaker, I'd like to say something about the horrific situation in Gaza, where the level of suffering, innocent children being bombed again, is utterly intolerable. To the people of Israel, I want a strong friendship with you based on shared values, with flourishing ties between our people and societies. We are unwavering in our commitment to your security and to your future, to countering the very real threat from Iran, the scourge of terrorism and the evils of anti-Semitism. 11 ആഴ്ചകൾ ഇസ്രായേലിന്റെ കടുത്ത നിയന്ത്രണങ്ങളെയും മറികടന്ന് ഗാസയിലേക്കെത്തിയ സഹായ സംഘടനകളെയും ഫുഡ് ബാങ്കുകളെയും മാത്രം ആശ്രയിച്ചാണ് യുദ്ധഭൂമിയിലെ ദശലക്ഷക്കണക്കിന് പേർ കഴിഞ്ഞത്. ഗാസയിലെ എല്ലൊട്ടിയ കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്ന് UN അടക്കം ആവർത്തിച്ച് ആശങ്കപ്പെട്ടിട്ടും ഗാസ പിടിച്ചടക്കുന്നതിലേക്ക് നീങ്ങുന്നുവെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ. സഹായത്തിനു മേലുള്ള ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ സംയുക്ത നടപടിയെടുക്കുമെന്ന് സഖ്യകക്ഷികളിൽ നിന്നു തന്നെ മുന്നറിയിപ്പുണ്ടായതോടെയാണ് ഇസ്രായേൽ അയയുന്നത്. എന്നാൽ കടത്തിവിടുന്നത് പരിമിതമായ സഹായം മാത്രം. ശിശുക്കൾക്കുള്ള പോഷകാഹാരമടക്കം സഹായവുമായി 100 സഹായ ട്രക്കുകൾ എത്തിക്കാനാണ് UN അനുമതി ലഭിച്ചിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ സന്നദ്ധ പ്രവർത്തകർ സുരക്ഷിതരല്ലെന്നറിഞ്ഞും സഹായം എത്തിക്കുന്നതിന് വാദിക്കുന്നത് കഴിയുന്നത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണെന്നും UN പ്രതിനിധീകരിച്ചുള്ള അഭിമുഖത്തിൽ ടോം ഫ്ലെച്ചർ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.